ചക്കെന്ന് പറയുമ്പം ചുക്കെന്ന് പറയുന്ന ഒരു സമീപനമാണ് കോൺഗ്രസിൻ്റെ പ്രതിനിധി ഇവിടെ സ്വീകരിച്ചിട്ടുള്ളത്. അല്ലേലും തന്നെ കൊണ്ട് ഞാൻ സംസാരിപ്പിക്കും. അത് എനിക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ല. കാരണം ചോദിച്ചതിനൊന്നുമല്ല ഉത്തരം പറയുന്നത്. ഞാൻ അവസാനമായി പറയുന്നു, ഒരു ബലപരീക്ഷണത്തിനാണ് നിന്റെ പുറപ്പാടെങ്കിൽ ഇതാ ഞാനും തയ്യാറായി കഴിഞ്ഞു. വാജ്പേയിയുടെ സർക്കാരിൻ്റെ പേര് പറഞ്ഞു. അതിനുശേഷം മൻമോഹൻ സിംഗിന്റെ 10 വർഷം പറഞ്ഞത് അയാളങ്ങ് മെഴുങ്ങിപ്പോയി. നോക്ക്, നിസ്സാരമായിട്ട് തള്ളരുത്. ഇത് നമ്മുടെ പ്രസ്റ്റീജ് ഷൂസാ. എന്തു പറയണെന്ന് അപ്പോ മെഴുങ്ങലല്ല ആവശ്യം, കൃത്യമായ കാര്യം പറയണം. എന്തുകൊണ്ട് നിങ്ങൾ നടപ്പാക്കിയില്ല, അതിന് ഉത്തരം പറയണം. അതിന് നിങ്ങൾ എന്തുകൊണ്ട് നടപ്പാക്കിയില്ല? ഞങ്ങൾ നടപ്പാക്കിയെന്നേ. ഞങ്ങൾ 2023 കൊണ്ടുവന്നു. ആ കൊണ്ടുവന്നതിനെ കുറിച്ചാണ് ഞങ്ങൾ സോറി മോളെ, ഇവൻ ആളറിയാതെ പറഞ്ഞു പോയതാ. അഭിലാഷം മിണ്ടായിരിക്കാൻ പറയലോട്. ചർച്ച നടത്തല്ലേ രാജ് കള്ളം പറഞ്ഞാൽ തിരുത്താതിരിക്കാൻ പറ്റും. ഇപ്പൊ തലയും കുറിച്ചിരുന്നിട്ട് കാര്യമില്ല. മിണ്ടായിരിക്കാൻ പറയുന്നത്. ഇയാളെ ഏത് ചർച്ച വന്നാൽ ഈ കളവാ. ഇയാൾ ഏത് ചർച്ച വന്നാൽ ഈ അലമുണ്ടാക്കൽ, ഇയാൾ ഏത് ചർച്ച വന്നാൽ ഈ അലമുണ്ടാക്കാൻ പണി. ഇവന് ഭ്രാന്ത് മാത്രമല്ല, പട്ടും കിറുക്കും എല്ലാം കൂടെ ഉണ്ട്. കഷ്ടല്ലേ? അതൊന്നും എനിക്കറിയാം. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിലൊരു സന്തോഷം ഉണ്ടാവും. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. തന്റെ സമയത്ത് പറയണോ? അല്ല, അനാവശ്യമായ തർക്കം വേണ്ട. ഒരു വിഷയത്തിന്റെ മെറിറ്റല്ലേ നമ്മൾ സംസാരിക്കുന്നത്. രണ്ടുപേരും കേൾക്കൂ പ്ലീസ്. കിട്ടിയാ ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. ഇതൊരു അക്കാഡമിക്കായ ചർച്ചയല്ലേ? അനാവശ്യമായ വാഗ്വാദങ്ങളിലേക്കും പേഴ്സണൽ അറ്റാക്കിലേക്കും പോകണ്ട. നമ്മളിതിന്റെ വിഷയവും ഇതിന്റെ മെറിറ്റുമല്ലേ സംസാരിക്കുന്നത്. ഇതിനെ കുറിച്ച് മാർച്ച് പറഞ്ഞിട്ടുണ്ട്, വായിച്ചിട്ടുണ്ടോ? ഇല്ല, വായിക്കണം. ശ്രീ ഗോപാലകൃഷ്ണൻ, താങ്കൾ വിഷയം പറയൂ. അദ്ദേഹം മിണ്ടില്ല. താങ്കൾ വിഷയം പറയൂ. മര്യാദ കാണിക്കരുത്. ഇല്ല, വിഷയം പറയൂ. ഒരു കാര്യം പറയട്ടെ, ഞാൻ പറയട്ടെ. കോൺഗ്രസിന്റെ എന്താന്ന് ഇയാളോട് മിണ്ടായിരിക്കാൻ പറയുന്നത്? ആ തെണ്ടി ചെറുക്കൻ നുണ പറയാനും തെറി വിളിക്കാനും മാത്രമേ വായ തുറക്കാറുള്ളൂ എന്ന് എനിക്കറിയില്ലേ? ഇല്ലായിരുന്നു, പക്ഷെ എനിക്കിപ്പോ മനസ്സിലായി. ഞാന് കോൺഗ്രസിന്റെ വക്താവ് സംസാരിച്ചപ്പോ അത് മുഴുവൻ കേട്ടിരുന്ന ആളാണല്ലോ ഞാനൊരക്ഷരം പോലും അതിന് മറുപടി പറഞ്ഞില്ലല്ലോ. പറയില്ല, അവൻ പറയില്ല. കാരണം അവൻ കേൾക്കുന്നവർ അവനോട് ചോദിക്കും, എന്തിനാടാ ഗോപാലകൃഷ്ണൻ നീ ഒരു പാചകക്കാരനായി ഇങ്ങനെ തെണ്ടി നടക്കണേന്ന്. ഞാനൊരക്ഷരം പോലും മറുപടി പറഞ്ഞില്ലല്ലോ. അപ്പൊ എനിക്ക് തരുന്ന സമയത്തിനിടയിൽ കയറി സംസാരിക്കുന്നത് ഒരു നാണം കെട്ട സ്വഭാവമാണ്. അത് അവർക്ക് തന്നെ പിന്നീട് വിനയായി തീരുകയും ചെയ്യും. അത് ആവശ്യമെന്ന് കണ്ടാൽ ഹീനമായ ഒരു കൊല നടത്താൻ വരെ തയ്യാറായിട്ടാണ് ഈ സദാശിവൻ വന്നിരിക്കുന്നത്. എല്ലാ ചർച്ചയിലും എങ്ങനെ ആ വിഷയത്തിൽ തന്നെ പറയാൻ വരുമ്പോഴാണല്ലോ ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ സ്ലോട്ടിൽ പറഞ്ഞതിന് മറുപടി പറയട്ടെ. ഞാൻ പറഞ്ഞല്ലോ, താങ്കൾ തടുക്കരുത്. ഞാൻ പറയാനുള്ളത് പറയട്ടെ. ഇതെല്ലാ തവണത്തെയും പോലെയല്ല, എന്റെ ഉള്ളിലുണ്ട് സത്യവും ധർമ്മവും നീതിയും ദാഹിക്കുന്ന ഒരു മനസ്സ്. സവർണ ഹിന്ദുത്വത്തിന്റെ നേതാവാണ് നരേന്ദ്രമോദി. ഞാനത് വിട്ടുകളഞ്ഞു. അതിനൊന്നും മറുപടി പറയാൻ അർഹിക്കാത്ത കൊണ്ട് ഞാൻ വിട്ടു. അറിയാവുന്ന സത്യം ഉറച്ചു വിളിച്ചു പറ, വെറുതെ തടിച്ചാളത്തടിയാക്കണ്ട, പറ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ MP BJP ആണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ MLA ദളിത് വിഭാഗത്തില് BLA ആണ്. പിന്നെ വെറുതെ ഇരുന്ന സവർണ ഹിന്ദുത്വം എന്നൊക്കെ പറഞ്ഞ ഈ വായാടിത്തം നിർത്ത്. അക്കാഡമിക്കായിട്ട് സംസാരിക്കുക. പ്രായം പ്രാഗിയ മുത്തച്ഛൻ ചൊല്ലി നിന്റെ അച്ഛൻ എൻ മകൻ അല്ലൻ മകനെ. പ്രധാനമന്ത്രിയുടെ വാക്ക് വിശ്വസിച്ചില്ല, പോയി വീട്ടിലിരിക്കേണ്ടി വരും. അതെ, ഇന്ത്യയിലെ ജനങ്ങൾ പ്രധാനമന്ത്രിയുടെ വാക്ക് വിശ്വസിച്ചതുകൊണ്ടാണ് 11ാമത്തെ വർഷവും ഞങ്ങൾ ഇന്ത്യ ഭരിക്കുന്നത്. അതെ, എനിക്ക് 2 കാലും കയ്യേ ഉള്ളൂ. അതങ്ങോട്ട് തല്ലി ഒടിച്ച് അയാളുടെ കയ്യിലാണ് കൊടുത്താ നിനക്ക് തൃപ്തിയായില്ലേ? ശ്രീ രാജു പി നായർ, ജനസംഖ്യാനുപാതികമായിട്ടാണ് മണ്ഡല പുനർനിർണയം നടത്തുന്നത് എങ്കിൽ കേരളത്തിന് 20-ൽ നിന്ന് 23 സീറ്റുകൾ വർദ്ധിക്കൂ. അപ്പോ അങ്ങനെ ഒരു ഭാഗ്യം കൂടി ആദ്യമായിട്ട് കിട്ടാൻ പോവുകയാണ്. തമിഴ്നാടിന് 38-ൽ നിന്ന് 51 വർദ്ധിക്കൂ. അതേസമയം മഹാരാഷ്ട്രയ്ക്ക് അത് 79 വർദ്ധിക്കും. പറഞ്ഞേ ഉള്ളൂ, നിരാകരിക്കാം, സ്വീകരിക്കാം. പക്ഷേ ഇപ്പോ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന പ്രോ റേറ്റ റേഷ്യോ അതനുസരിച്ചാണെങ്കിൽ കേരളത്തിന് 30 ആവും, തമിഴ്നാടിന് 59 ആവും, മഹാരാഷ്ട്രയ്ക്ക് 72 ആവുള്ളൂ. ശരി, ഞാൻ ഈ വെല്ലുവിളി ഏറ്റെടുക്കുന്നു. ഉത്തർപ്രദേശിന് 150 ആവേണ്ടത് 120 നിജപ്പെടുത്താൻ കഴിയും. എന്തിനത് ചെയ്യുന്നു? ഇതൊരു സ്വാഭാവിക നടപടിക്രമമായി കൂടി കാണേണ്ടി വരില്ലേ? കേവല രാഷ്ട്രീയം മാത്രമാണോ അതിൽ? അങ്ങനെ ബോംബെറിഞ്ഞു, ഇനി എത്രത്തോളം പൊട്ടു നോക്കിയാൽ മതി.
അഭിലാഷ് പറയുന്നത് മുഴുവൻ ഇന്ന് നിയമത്തിന്റെയോ അല്ലെങ്കിൽ ഇതിന്റെ ഒന്നും രേഖകളോ അല്ലെങ്കിൽ ഡ്രാഫ്റ്റിലോ ഭാഗമല്ലാത്ത ഒരു പ്രപ്പോസലിനെ കുറിച്ചാണ്. നിങ്ങളുടെ ഈ ധാർഷ്ട്യമുണ്ടല്ലോ, അർഹിക്കാത്തത് വീണ്ടും കിട്ടിയ അല്പന്റെ ധാർഷ്ട്യം, പ്ലീസ് ഡോണ്ട് ടേക്ക് ഇറ്റ് ഔട്ട് ഓൺ ദി റോങ് പേഴ്സൺ. നരേന്ദ്രമോദിയുടെ അമിത്ഷായുടെയും വാക്ക് വിശ്വസിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്ന ഒരു തീരുമാനമെടുത്താൽ നാളെ ഈ നാടിനെ വഞ്ചിച്ചതിൽ പ്രതിപക്ഷം കൂടി പങ്കാളിയാവുന്ന സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് അത് ഔട്ട് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. അത് വിട്ടു. അതിനു മുമ്പ് ശ്രീ ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞ 1-2 കാര്യങ്ങൾ വേട്ടെ. ഒന്ന്, 96-ന് ശേഷം എന്തുകൊണ്ട് വനിതാ സംവരണം നടപ്പാക്കിയില്ല? ഈ ഗോപാലകൃഷ്ണന് രാഷ്ട്രീയത്തിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ അറിയാത്തതുകൊണ്ടാണോ? നീ എടുത്തു ചാടി മണ്ടത്തിലൊന്നും കാണിക്കരുത്. 96-ല് വന്നതിന് ശേഷം അത് കൊണ്ടുവന്നത് കോൺഗ്രസ് ആണല്ലോ. അതിനുശേഷം ഗവൺമെന്റുകൾ എത്ര മാത്രം മാറി? അതിന് 5 വർഷം വാജ്പേയിയുടെ ഗവൺമെന്റ് ഉണ്ടായിരുന്നില്ല. അപ്പൊ വാജ്പേയിയെ നിങ്ങൾ അതിനകത്ത് കൂട്ടിയോ? ഈ ഊരാ കൊടുക്ക് അവന്റെ കഴുത്തിൽ നമുക്ക് ശരിക്കും ഓർക്കണം. നരേന്ദ്രമോദിയാണ് ഇന്ത്യ കണ്ടുപിടിച്ചതെന്ന് അത്രമാത്രം ഒന്നും സീരിയസ് ആയിട്ട് ശ്രീ ഗോപാലകൃഷ്ണൻ ചിന്തിച്ചു പോരുത്. വാജ്പേയി ഉണ്ടായിരുന്നു അതിനകത്ത്. 2019-ൽ 303 സീറ്റ് കിട്ടിയത്. 2024-ലാണല്ലോ നിങ്ങൾ പിന്നീട് 240-ലേക്ക് കുറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ ഭേദഗതി കൊണ്ടുവരുന്നതെന്നുള്ള മറുവശമാണ്. പോയി കാര്യങ്ങൾ കംപ്ലീറ്റ് കഴിയുന്നു പോയി. നമ്മൾ പെട്ടളിയാ. ആവർത്തിച്ചാൽ ഞാൻ മഹാത്തറയാകും. ഇനി എന്തോ തറയാകാൻ നീ തറയാണ്. കോൺഗ്രസിന്റെ ഗവൺമെന്റുകൾ ന്യൂനപക്ഷ ഗവൺമെന്റുകളായിരുന്നു. നിങ്ങൾക്ക് എന്തുകൊണ്ട് അബ്സല്യൂട്ട് മെജോറിറ്റി ഉണ്ടായിട്ട് നിങ്ങൾ എന്തുകൊണ്ട് ചെയ്തില്ല? നീ ഇപ്പോൾ അഹങ്കരിക്കുന്നുണ്ടാവും നീലകണ്ഠനെ വീഴ്ത്തിയെന്ന്. 10 ആളിന്റെ ബലവും ഇരുട്ടിന്റെ മറവും ഇല്ലാതെ നേർക്ക് നേരെ നിനക്കൊരു ചുക്കം ചെയ്യാൻ കഴിയില്ല. ആ ചോദ്യത്തിനാണോ ഗോപാലകൃഷ്ണൻ ഉത്തരം പറയുന്നത്? അല്ലാണ്ട് 18 വർഷത്തെ മൈനോറിറ്റി ഗവൺമെന്റും വാജ്പേയിയുടെ ഗവൺമെന്റും ഉൾപ്പെടെയുള്ള കാലഘട്ടത്തെ കുറിച്ചല്ല. അബ്സല്യൂട്ട് മെജോറിറ്റി ഉണ്ടായിരുന്ന 10 വർഷത്തെ കുറിച്ച് പറയണം. അദ്ദേഹം പറയുകയാണ് സീറ്റ് കൂടുന്നതുകൊണ്ട് BJPക്ക് മാത്രമാണോ? ശ്രീ ഗോപാലകൃഷ്ണൻ 2024-ലെ ഉത്തർപ്രദേശിലെ ലോക്സഭയുടെ തെരഞ്ഞെടുപ്പ് വിധി ഒന്നെടുത്തത് പഠിച്ചാൽ മതി. എന്താ പ്രശ്നം? പ്രശ്നം അതല്ല BJP ജയിക്കുമോ എന്നുള്ളതല്ല. അമ്മേ പോകരുത്, ചിലപ്പോ തെറ്റിപ്പോയതായിരിക്കും. ഒന്നുകൂടെ ഒന്ന് ചോദിക്കാം. പ്രശ്നം ഈ പറയുന്ന മേഖലയ്ക്കപ്പുറത്തുള്ള ദക്ഷിണേന്ത്യയും അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലുള്ള ജനങ്ങളുടെ അവകാശങ്ങൾ പ്രാതിനിധ്യം കുറയുന്നു എന്നുള്ളതാണ് പ്രശ്നം. എന്റെ അധ്വാനത്തിന് കണക്കില്ല, എന്റെ ജീവിതത്തിന് കണക്കില്ല, എല്ലാം നിങ്ങൾക്ക് ഇഷ്ടം. അതല്ലാതെ BJPക്ക് സീറ്റ് കിട്ടുമോ കോൺഗ്രസിന് സീറ്റ് കിട്ടുമോ നോക്കിയിട്ടല്ല ഒരു തെരഞ്ഞെടുപ്പ്, ഒരു രാഷ്ട്രീയത്തിന്, ഒരു രാജ്യത്തിന്റെ ഭാഗതയെ തന്നെ നിർണ്ണയിക്കുന്ന ഈ തീരുമാനം എടുക്കേണ്ടത്. വരാൻ പോകുന്ന തോന്നുന്നുണ്ട്. ജനങ്ങളുടെ അവകാശങ്ങൾ കവർന്നെടുക്കപ്പെടുന്നു എന്നുള്ളതാണ് ആത്യന്തികമായ പ്രശ്നം. ഗോപാലകൃഷ്ണനും BJPക്കും ഈ തെരഞ്ഞെടുപ്പിന് അപ്പുറത്തേക്ക് ചിന്തിക്കാൻ കഴിയാത്തതിന്റെ പ്രശ്നമാണത്, ന്യൂനതയാണത്. ശരിയാണ്. അത് പരിഹരിക്കാൻ അങ്ങ് തന്നെ ശ്രമിക്കുക. ആൻഡമാൻ നിക്കോബാർ ഐലൻഡില് 60,000 പേരേ ഉള്ളൂ, അവിടെ 18 ലക്ഷം പേരേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യാൻ പോണത്? ആൻഡമാൻ നിക്കോബാർ ഐലൻഡ് നിങ്ങൾ MP വേണ്ടാന്ന് വിചാരിക്കോ? കളിക്കുന്നെങ്കിൽ ആണുങ്ങളെ പോലെ കളിക്കുക. ഇറങ്ങി വാ, നമുക്കൊരു കൈ നോക്കാം. അല്ലാതെ 3rd റേറ്റ് പ്രോസ്റ്റിറ്റ്യൂട്ട്സിന്റെ മാതിരി അന്തിമയങ്ങുമ്പോ കടത്തിനെ കിടന്നിട്ട് വേണ്ട. ലക്ഷദ്വീപിലുണ്ടല്ലോ സമാന സാഹചര്യം ഉണ്ടല്ലോ. ലക്ഷദ്വീപിലും MP വേണ്ടാന്ന് നിങ്ങൾ വിചാരിക്കുമോ? അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അരുണാചൽ പ്രദേശിൽ 4 ലക്ഷമാണ് ആവറേജ് വോട്ടർമാര്. അപ്പൊ അരുണാചൽ പ്രദേശിൽ മുഴുവനായിട്ട് ഒറ്റ ലോക്സഭയാക്കി മാറ്റുമോ? ഇന്ത്യയുടെ വ്യത്യസ്തകളും ഇന്ത്യയുടെ ഡൈനാമിക്സും തിരിച്ചറിയാത്ത, ദീർഘവീക്ഷണമില്ലാത്ത, ഈ രാജ്യം എങ്ങനെയാണ് നയിക്കേണ്ടെന്ന് ഒരു ബോധവുമില്ലാത്ത ഒരു ഭരണ പാർട്ടിയുടെ വക്താവിന്റെ വാക്കുകളാണിത്. അതാണ് ഇവിടുത്തെ പ്രശ്നം. ഇയാൾ ഒരുമാതിരി സംസ്കാരമില്ല സംസാരിക്കരുത്. അതേടാ, സംസ്കാരത്തിന്റെ മിനിമം സ്റ്റാൻഡേർഡ് പോലും ഇല്ലാത്ത നിന്നോടൊക്കെ സബ് സ്റ്റാൻഡേർഡ് ആയിട്ട് തൊമ്മിക്ക് സംസാരിക്കാൻ ഒക്കൂ. ഞാൻ സൂചിപ്പിച്ചതെല്ലാം രാജ്യത്തെ വോട്ടർമാരുടെയും ജനങ്ങളുടെയും ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളുടെയും പിന്നാക്ക വിഭാഗങ്ങളുടെ അവകാശത്തെ കുറിച്ച് കണ്ടുപഠിക്കടാ. ഗോപാലകൃഷ്ണനും അതുപോലെ തന്നെ നരേന്ദ്രമോദിയും അമിത്ഷായും ഈ സർക്കാരും പറയുന്നത് കേവല രാഷ്ട്രീയം മാത്രമാണ്. എന്നാലും ഞാൻ പഠിപ്പിച്ചതൊന്നും നീ മറന്നില്ലല്ലോ. അത് മതി. ഈ ഗുരുവിന് തിരുപ്പതിയായടാ, തിരുപ്പതിയായി. അതിനു വേണ്ടിയിട്ട് വനിതാ സംവരണ ബില്ല് ഇവർ എന്നാണ് പ്രതിപക്ഷം പറയുന്നത്. 12 ആനി അതിന്റെ തോറ്റും തരാന്ന് പറഞ്ഞാലും ഇനി അങ്ങോട്ട് ഞാനില്ല. പോയോർത്തോളം മതിയായി. തടി ബാക്കിയായത് തന്നെ റബ്ബിന്റെ കാവൽ. എന്നാ പിന്നെ വൈകുന്നേരം നന്ദി പ്രകടനത്തിന് കാണാം. ശരി, ജയ് ഹിന്ദ്.